വടകരയിൽ ഷാഫി പറമ്പിന്റെ മൂക്കിന്റെ പാലം അടിച്ച് പൊട്ടിച്ച് ഷാഫിയെ മർദ്ദിച്ച് അവശനാക്കിയ ഗുരുതരമായി പരിക്കേൽപ്പിച്ച CPM-ന്റെ കളി പോലീസിന് ഉപയോഗിച്ചുള്ള കളി കൈവിട്ട കളിയായി മാറിയ കഥയാണ് ഇപ്പോൾ അറിയുന്നത്. ഞാൻ കരുതിയിരുന്നത് ഷാഫി പറമ്പിൽ പാർലമെന്റിൽ പരാതി കൊടുക്കില്ല എന്നാണ്. സ്പീക്കർക്ക് പരാതി കൊടുക്കില്ല, പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കില്ല എന്നാണ്. കാരണം അത് വലിയ ഗുരുതരമായ ഒരു പ്രത്യാഘാതം പോലീസ് സേനയ്ക്കും സർക്കാരിനും ഉണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം ഒരു താക്കീത് കൊടുക്കും, മേലാൽ ഇമാരുള്ള പണിക്ക് നിൽക്കണ്ട എന്ന് ഷാഫി ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തെറ്റി. ഷാഫി സ്പീക്കർക്ക് പരാതി കൊടുത്തു എന്ന് മാത്രമല്ല, പാർലമെന്റ് കമ്മിറ്റിക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൃത്യമായി പരാതിയും കൊടുത്തിട്ടുണ്ട്. തന്നെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായി നടപടി വേണം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് പോലീസുകാർ SP മുതൽ പേരാമ്പ്ര DYSP സുനിൽകുമാർ, അതുപോലെ വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനം എന്നാണ് പറയുന്നത്. കാരണം അവരാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അവരിലേക്ക് വന്നു ചേരും. അവരുടെ മേലുദ്യോഗസ്ഥൻ എന്ന പേരിൽ KE ബൈജു, SP റൂറൽ SP KE ബൈജുവും അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. ബൈജു ആദ്യം പറഞ്ഞത് എയർ ഗ്യാസ് കൊണ്ടാണ് പരിക്ക് പറ്റിയെന്നും പോലീസൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് തിരുത്തി, SP തിരുത്തുന്നത് കണ്ടു. അത് പിന്നിൽ നിന്ന പോലീസ്, രണ്ട് രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പോലീസ് പിന്നിൽ നിന്ന് അടിച്ചു എന്നാണ് അത് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. പിന്നിൽ നിന്ന പോലീസുകാരൻ എത്തി അടിച്ചു എന്നായിരിക്കും SP ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. മുൻനിരയിലുള്ള പോലീസുകാരനല്ല, പിൻനിരയിലുള്ള ഏതോ ഒരു പോലീസുകാരൻ എത്തി അടിച്ചതായിരിക്കും എന്നായിരിക്കും പോലീസുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക, SP ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. എന്ത് തന്നെ ആയിരുന്നാലും അടി കിട്ടി, അടി കൊടുത്തു എന്നത് SP-ക്ക് സമ്മതിക്കേണ്ടി വന്നു. കാര്യം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പൊ പിന്നെ സമ്മതിക്കാതെ ഒരു മാർഗവും ഇല്ല. ഇപ്പോ പ്രചരിക്കുന്നത് പോലീസല്ല, പോലീസ് സേനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ പോലീസുകാർക്കിടയിൽ യൂണിഫോം ഇട്ട ഏതോ ഗുണ്ട കടന്നു കയറിയിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നാണക്കേടായി. ഇത്രയും പോലീസുകാർക്കിടയിലേക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് CPM-ന്റെ ഒരു ഗുണ്ട കടന്നു കയറി തൊപ്പിയും കുറുതടിയൊക്കെ വെച്ചുകൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരും ഈ പറഞ്ഞ SP-യും ഈ പറഞ്ഞ DYSP ഒക്കെ പൊട്ടന്മാരാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല ജനം കരുതേണ്ടത്. അതുകൊണ്ടൊരു ഗുണ്ടയാകാൻ സാധ്യത കുറവാണ്. CPM-നോട് വിധേയത്വമുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരന് തോന്നിയ ഒരു കുബുദ്ധിയാകാനും മതി. പക്ഷെ അത് വെറും ഒരു കുബുദ്ധിയായിട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് വൈദ്യുതി ഓഫാക്കിയിരുന്നു. വൈദ്യുതി ഓഫാക്കിയിട്ട് ആണ് ഈ അടി നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ അടിക്കുന്ന ആളെ തിരിച്ചറിയരുതെന്നും, അതുപോലെ തന്നെ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഷാഫിക്ക് കൃത്യമായിട്ടും കിട്ടിയിരിക്കണം എന്നും ഒരു തീരുമാനമെടുത്തതുപോലെ, ഒരു ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതുപോലെ തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൃത്യസമയത്ത് എങ്ങനെയാ കറണ്ട് പോണത്? ഈ അടി കൊള്ളുന്ന സമയത്ത് ഈ പോലീസുകാരനെ ആരും കണ്ടതുമില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ആരാണ് അടിച്ചതെന്ന് തന്നെ അറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വീഡിയോ തെളിവുകളുണ്ട്. പ്രിവിലേജ് കമ്മിറ്റിയുടെ മുൻപാകെ ഈ പരാതി എത്തിക്കഴിഞ്ഞു. അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കേരള സർക്കാർ ഈ ബന്ധപ്പെട്ട പോലീസുകാരെല്ലാം അവിടെ എത്തിക്കേണ്ടി വരും, അവിടെ എത്തിച്ചു കൊടുക്കേണ്ടി വരും. റൂറൽ SP KE ബൈജു ഇതിനിടയിൽ ഷാഫി പറമ്പലിനെ വിളിച്ചിട്ട് സംഭവിച്ചത് അബദ്ധമായി, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ദൗർഭാഗ്യകരമായി പോയി എന്നൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ പിന്നീട് അത് നിഷേധിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും പോലീസുകാർ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, ടിയർ ഗ്യാസ് ഒക്കെയാണ് അപകടം ഉണ്ടാക്കിയത് എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് എന്ന് മനസ്സിലായി. വീഡിയോ ദൃശ്യങ്ങളിൽ ലാത്തി കൊണ്ട് എന്തി വലിഞ്ഞ് ഷാഫി പറമ്പിന്റെ തലയിലേക്ക് അടിക്കുന്നത്. ഈ തലയിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. മരണപ്പെടണം, ഗുരുതരമായ പരിക്കാണ് തലയിലടിക്കുക. ഈ ലാത്തി ചാർജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോലീസുകാരും ആരെയും തലക്കടിക്കാറില്ല. പക്ഷെ ഇവിടെ ഷാഫി പറമ്പിലിന്റെ തലയിലേക്കാണ് അടിച്ചത്. അത് 2 വട്ടം നല്ല അടിയാണ് അടിച്ചത്. മൂക്കിന് 2 പൊട്ടലാണ്. ഷാഫി പറമ്പില് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മാത്രമല്ല, സ്പീക്കർക്ക് പരാതി കൊടുത്തു, അതൊരു വശത്ത്. ഇവിടെ DGP-ക്ക് പരാതി കൊടുത്ത് കോൺഗ്രസ് നേതൃത്വം. അത് പിന്നീട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഓർപ്പിക്കുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇവിടെ വെട്ടിലയക്കുന്നത് CPM-ആണ്. ചുവന്ന മഷി ഇട്ടുകാണ്ട് എന്തോ ഷാഫി അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈബർ സഹാക്കളും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ ട്രോൾ ചെയ്യുന്നു. പക്ഷെ ഹോസ്പിറ്റലിലായി, സർജറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി, മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. കാരണം CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന കുറെ പോലീസുകാരുണ്ട്. എല്ലാവരും പറയാൻ പറ്റില്ല, കുറച്ച് പോലീസുകാരുണ്ട്. ആ പോലീസുകാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഒന്നിലധികം പേരാണ് ഷാഫി പറമ്പിനോട് ഈ പണി കാണിച്ചത്, ഷാഫിയുടെ തലക്കടിച്ചത്. ആ പോലീസുകാരെ വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പോലീസുകാരെ വിട്ടുകൊടുത്തേ പറ്റൂ. ആ പോലീസിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരന്റെ കഥയാണ് ജനം ആലോചിക്കുന്നത്. കഥ കഴിഞ്ഞു. കാരണം അതിന് തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മറ്റ് അപ്പീലോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ തെളിവുകളുണ്ട്, ആശുപത്രി മറ്റ് രേഖകളുണ്ട്, എല്ലാം ഉണ്ട്. അതായത് സംഭവം സത്യമാണെന്നുണ്ട്. ഇത് മാത്രമല്ല,
രഹസ്യാന്വേഷണ വിഭാഗം രാവിലെ മുതൽ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു പോലീസ് സ്റ്റേഷന്റെ പരിസരമായാലും മറ്റെവിടെ പരിസരമായാലും അവിടെയൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടാവും. ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുമുണ്ട്. അങ്ങനെ വ്യക്തമായ കാര്യങ്ങൾ അവർ കണ്ട് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കേരള സർക്കാർ, നമ്മുടെ സർക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. പിണറായി ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ആ ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അത് അറിയാമായിരിക്കുകയും ചെയ്യും. അവിടെ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിവരം മുക്കാണ്. ആ വിവരങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത് എന്നുള്ളത് ജനങ്ങൾ അറിയാതെ ആണ് ചെയ്യുന്നത്. അപ്പൊ CPM പ്രതിരോധത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനിടയിൽ പ്രചരിപ്പിച്ച മറ്റൊന്നാണ് പോലീസ് വേഷമണിഞ്ഞ ഗുണ്ടയാണ് ഇതിനകത്ത് കയറി കളിച്ചത്, പോലീസ് സേനയ്ക്കുള്ളിൽ കയറി കളിച്ചെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഗുണ്ടയ്ക്കും പോലീസ് വേഷം ഇട്ടുകൊണ്ട് എവിടെയും കയറി ചെന്ന് ഏത് പോലീസിന്റെ കൂട്ടത്തിലും കയറി ചെന്ന് അടിക്കാൻ പറ്റുന്ന വിധം ദുർബലമാണോ കേരള പോലീസ് എന്ന് പറയുന്നത്? അങ്ങനെയാണോ? ഒരു 1-2 സ്റ്റേഷനിലെ പോലീസുകാർ ചേർന്ന് നിൽക്കുമ്പോൾ അവർ പരസ്പരം അറിയില്ലേ? അവർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ലേ? അവർക്ക് പരസ്പരം അറിയില്ലേ? അല്ലാതെ യൂണിഫോമിൽ ഏതെങ്കിലും ഒരു ഗുണ്ടയ്ക്ക് തൊപ്പിയും കുറുതടിയായിട്ട് ഷീൽഡും ഒക്കെ ആയിട്ട് വന്ന് കയറാൻ പറ്റുമോ? അപ്പൊ അത് വെറും ഒരു പ്രചരണം മാത്രമാണ്. പോലീസുകാരനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം, ഒരു കുരുട്ട് ശ്രമം നടപ്പിലാക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും അത്തരത്തിലൊരു ശ്രമമായിട്ട് തോന്നുന്നുള്ളൂ. വളരെ സാഹസപ്പെട്ട് ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന CPM നേതൃത്വവും അവരുടെ സൈബർ സഖാക്കളും പിന്നെ സുഖത്തിൽ നല്ല എന്താ പറയാ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധാരണ നേതാക്കന്മാരെ തല്ലുന്നത് പോലെ അങ്ങ് പോകുമെന്നാണ് കരുതിയത്. അങ്ങനെയാണ് നേതൃത്വവും പറഞ്ഞിരുന്നത്. കാര്യം ഇത്തരത്തിൽ സമരം നടക്കുമ്പോൾ നേതാക്കന്മാർക്ക് അടികൊള്ളാൻ സാധ്യതയുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, നമ്മളും കുറെ കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് പോലീസ് ഇതുപോലെ പലരെയും തല്ലിയിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു നേതാവിന് അടി കിട്ടുന്നത് പോലെയല്ല ഒരു MP ക്ക് അടി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി, ഈ തെളിവ് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതത്ര സുഖകരമായിരിക്കൊന്നുമില്ല പോലീസിനും ബന്ധപ്പെട്ട ആരൊക്കെയാണോ ബന്ധപ്പെട്ടത് അവർക്കല്ല. റൂറൽ SP KE ബൈജു മുതൽ താഴേക്ക് 2 DYSPമാര്, പിന്നെ താഴെയുള്ള SHOമാര്, SIമാര്, പിന്നെ ഈ പോലീസുകാർ, ഇവരെല്ലാവരും തൂങ്ങുന്ന ഒരു അവസ്ഥ വരും. ഇതിൽ ആരൊക്കെയാണ് ഡൽഹിക്ക് വിളിപ്പിക്കുന്നത്, പാർലമെന്റിൽ വിളിപ്പിക്കുന്നത്, ആരൊക്കെയാണ് തിഹാർ ജയിലിലേക്ക് അയക്കുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ അവരെ രക്ഷിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഇപ്പോ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഷാഫി പറമ്പിൽ പരാതി കൊടുത്തതിന് ശേഷം ഈ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ CPM നേതൃത്വം അല്ലെങ്കിൽ ഈ സർക്കാർ കൈവിട്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ അടിച്ച പോലീസുകാരൻ പെട്ടു, ആ പോലീസുകാരനെ കൊണ്ടത് ചെയ്യിച്ച മറ്റുള്ളവർ പെട്ടു, എല്ലാവരും പെടുകയാണ്. സർക്കാർ സംരക്ഷിച്ചോളും, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തങ്ങളെ സംരക്ഷിച്ചോളും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ ഉറപ്പുമേലായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ വെച്ച് ചാമ്പുന്നത്. പക്ഷെ അത് അടി കൊണ്ടത് ഒരു MP ക്കായി പോയി. ആ MP ആകട്ടെ സ്ട്രോങ് ആയിട്ട് പരാതി കൊണ്ട് പോവുകയും ചെയ്തു. തെളിവുകളായിട്ട് ഇവിടെ മുന്നിലിട്ടുണ്ട് താനും. അത് ഷാഫി പറമ്പിൽ കൊടുക്കുന്ന തെളിവുകൾ മാത്രമല്ല, ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തെളിവുകളും ഇതെല്ലാം കൂടെ എത്തിക്കഴിയുമ്പോഴേക്ക് കാര്യങ്ങൾ തീരുമാനമാവും. അതായത് ഇതുവരെ നമ്മൾ കണ്ടതുപോലെ ആയിരിക്കില്ല, ഇതുവരെ കണ്ട കാര്യങ്ങളെ പോലെ അല്ല ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഒരു പുതിയ ചരിത്രം. ഇതിനു മുമ്പ് നിയമസഭയിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും അതൊരു ഒന്നൊന്നര സംഭവമായി മാറുകയാണ്. Different angles. Don't forget to subscribe and support this channel.